ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവരും കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എല്ലാവരും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാകും. ഇനി ഒരുപാട് പേര് ഇനിയും കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത് ഈ ജനറൽ സേഫ്റ്റി പ്രിക്കോഷൻസ് ആണ്. അപ്പോൾ അത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഷെയർ ചെയ്ത് തന്നിട്ടുള്ളതാണ്. അപ്പോൾ അതെല്ലാവരും കംപ്ലീറ്റ് ചെയ്യുക. അത് കംപ്ലീറ്റ് ചെയ്ത് ഇന്ന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഫിറ്റിംഗ് സെക്ഷനിലെ ഈ ഒരു 3 ടൂൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഈ വീഡിയോ കാണുന്നതോടുകൂടി തന്നെ നിങ്ങളുടെ മാനുവൽ കയ്യിൽ വെച്ചുകൊണ്ട് ഈ വീഡിയോ കാണാം. അപ്പോഴേ മനസ്സിലാവുള്ളൂ. കാരണം ഇതിൽ ചിലപ്പോൾ ചെറുതായതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ ബുദ്ധിമുട്ടുണ്ടാവും, എന്താ മനസ്സിലാവാത്ത ബുദ്ധിമുട്ടുണ്ടാവും. ഈ ഫിഗറും കണ്ടുകൊണ്ട് തന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ട് തന്നെ നിങ്ങൾ മാനുവലും കൂടെ കയ്യിൽ വെക്കുകയാണെങ്കിൽ ഇന്നത്തെ കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടത് ഈ 3 ടൂൾസ് വരയ്ക്കുക. ഏതൊക്കെയാണോ ടൂൾസ്? വെർനിയർ കാലിപ്പർ, വെർനിയർ ഹൈറ്റ് ഗേജ്, അതേപോലെ ഔട്ട്സൈഡ് മൈക്രോമീറ്റർ. ഈ 3 ടൂൾസാണ് വരയ്ക്കേണ്ടത്. വരയ്ക്കുക മാത്രമല്ല, നിങ്ങൾ ഇവിടം വരെ ഈ ഔട്ട്സൈഡ് മൈക്രോമീറ്റർ എന്നുള്ള ഇവിടം വരെ ഈ കാണിച്ചിട്ടുള്ള ഇത്രയും ഭാഗം നിങ്ങൾ എഴുതുകയും വേണം. ഓക്കെ, ഇത്രയും ഭാഗം നിങ്ങൾ എഴുതുകയും വേണം. എഴുതിയിട്ട് ഞാൻ തരുന്ന ഗൂഗിൾ ഫോം ലിങ്കിൽ നിങ്ങളത് സബ്മിറ്റ് ചെയ്യുക. അതാണ് നിങ്ങൾ ഇന്ന് ചെയ്യേണ്ടത്. അത് ഇന്ന് രാത്രി ഒരു 7 മണി വരെ നിങ്ങൾക്ക് സമയം തരാം. രാത്രിക്ക് ശേഷം ഞാൻ അറ്റൻഡൻസ് മാർക്ക് ചെയ്യുള്ളൂ. ഇത് എഴുതി സബ്മിറ്റ് ചെയ്ത ആൾക്കാർക്ക് ഇന്നത്തെ അറ്റൻഡൻസ് ഉണ്ടാവും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് കംപ്ലീറ്റ് ചെയ്ത ആൾക്കാർക്ക് മാത്രം, അതായത് നമ്മളുടെ സേഫ്റ്റി പ്രിക്കോഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമേ മറ്റേത് എഴുതണ്ട. അല്ലാതെ നേരെ പോയിട്ട് ഇത് എഴുതിയിട്ട് കാര്യമില്ല. ഇത് നമ്മളുടെ ഈ പറഞ്ഞിട്ടുള്ള ഇന്നത്തെ നോട്ട് എഴുതിയിട്ട് കാര്യമില്ല. പിന്നെ നിങ്ങൾ റെക്കോർഡ് സബ്മിറ്റ് ചെയ്യുമ്പോൾ, ഓരോ ക്ലാസ്സിലും റെക്കോർഡ് സബ്മിറ്റ് ചെയ്യുമ്പോൾ ആദ്യം മുതലുള്ളത് മൊത്തം ആയിട്ട് സ്കാൻ ചെയ്തിട്ട് ഒറ്റ PDF ആയിട്ട് അയക്കണം. അതായത് നമ്മളിപ്പോൾ ഇന്ന് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ഈ ഒരു കാര്യം മാത്രമാണെങ്കിൽ ഇതിന് മുന്നത്തത് അതിൽ ഉൾപ്പെടുത്താതിരിക്കരുത്. എല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ട് തന്നെ ഒരു ഫയലായിട്ട് സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതാണ്. അതെല്ലാവരും ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യാം.